പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് ധ്യാനിക്കാൻ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. നമ്മളും ഉൾപ്പെട്ട ഒരു പ്രാർത്ഥന. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം ഭാഗിച്ചു ചീട്ടിട്ടു. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലേറ്റുവാൻ കൊണ്ടുപോകുന്ന സമയത്ത് വലിയൊരു ജനസഞ്ചയം പിന്തുടരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറച്ചുപേർ കർത്താവിനെ ക്രൂശിക്കുക എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കർത്താവിനെ അധിക്ഷേപിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആയതുപോലെ കുറച്ചുപേർ കർത്താവിൻ്റെ ദിവ്യത്വം അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാൻ വേണ്ടി പോകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആയതുപോലെ കുറച്ചുപേർ കർത്താവ് ആയിരുന്നതായ നാളുകളിൽ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവരും പലവിധ വ്യാധികളിൽ നിന്നും ദീനങ്ങളിൽ നിന്നും മുക്തി ലഭിച്ചവരുമായ അനേകം പേർ ആ കർത്താവിൻ്റെ ക്രൂശീകരണ യാത്രയിൽ പിന്തുടർന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിനെ ക്രൂശിലെത്തുന്നതായ സമയത്ത് കർത്താവിനെ ഉപദ്രവിക്കുന്നതായ പടയാളികളെ നോക്കി, കർത്താവിനെതിരെ ആക്രോശിച്ചുകൊണ്ടിരുന്നതായ ആ ജനതയെ നോക്കി കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്തെന്ന് അറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. ഈ ഭീതിജനകമാകുന്നതായ വേദനജനകമാകുന്നതായ ഈ നിഷ്ഠൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കർത്താവ് അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്ത് ഏതൊരു പരിഭ്രമമോ ഭയമോ ദൃശ്യമാകാൻ കഴിഞ്ഞില്ല. വളരെ ശാന്തസ്വരൂപനായി ശാന്തതയോടുകൂടെ തന്നെ താൻ ആ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ആ പീഡകളെല്ലാം കേൾക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കർത്താവിനെ പീഡിപ്പിച്ചതായ, ഉപദ്രവിച്ചതായ, അടിച്ചതായ ആ പടയാളികൾ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു മിശിഹ എന്ന് പൂർണ്ണമായും അവരറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ളതായ അവരുടേതായ ഉൾക്കാഴ്ച അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ കർത്താവിനെ അങ്ങനെ ഉപദ്രവിക്കുകയും ഇല്ലായിരുന്നു. എന്നാൽ പ്രവചന നിവർത്തീകരണം ഉണ്ടാകണം, ലോകത്തിന്റെ രക്ഷ നടപ്പിലാകണം, കർത്താവിന്റെ വരവിന് ഉദ്ദേശം പൂർത്തീകരിക്കുകയാകണം. ഇതെല്ലാം ആ ഒരു ക്രൂശീകരണത്തിലൂടെ നടപ്പിലാകേണ്ടിയിരിക്കുന്നുണ്ട് എന്നോട് നമ്മൾ ഓർത്തിരിക്കുക. കർത്താവിന്റെ മുഖത്ത് നിന്നും ആ സമയത്ത് വേർപ്പ് കണങ്ങൾ രക്തത്തുള്ളികൾ പോലെ വീഴുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് തുടയ്ക്കുവാൻ ആരും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. ഒരു കൈയും ഉയർന്നിട്ടില്ല. കർത്താവിനെ ഒരു ആശ്വാസവാക്ക് നൽകി സമാധാനിപ്പിക്കുവാനോ സാന്ത്വനിപ്പിക്കുവാനോ ചേർത്തണയ്ക്കുവാനോ അവിടെ ആരും ഉണ്ടായിട്ടില്ല. കാരണം റോമാ സാമ്രാജ്യത്തോടുള്ള ഭയപ്പാട് കാരണമാകുന്നു. യഹൂദ പ്രമാണിമാരോട് ഉള്ളതായ ബഹുമാനവും ഭയവുമായിരിക്കാം, പല കാരണങ്ങളായിരിക്കാം. ആരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനെ സഹായിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ സാന്ത്വനപ്പെടുത്തുവാനോ തയ്യാറാകാതെ ഇരുന്നത് പ്രിയ സഹോദരൻ. എന്നിട്ട് പോലും കർത്താവ് വളരെ ശാന്തമായി ആ കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കുകയും അനുഭവിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവരുടേതായ അറിവില്ലായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായി കാണാൻ സാധിക്കും. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളതായ ആ മഹനീയവും ഹൃദയഭേദകമായിരിക്കുന്നതായ പ്രാർത്ഥന കാണാൻ സാധിക്കുന്നു. യേശുവിൻ്റെ മനസ്സ് സ്വന്തം പീഡനങ്ങളെ കുറിച്ചല്ല ചിന്തിച്ചത്, നേരെ മറിച്ച് തന്നെ പീഡിപ്പിക്കുന്നതായ ആ ജനതകൾ അഭിമുഖീകരിക്കാൻ പോകുന്നതായ ഭയാനകരമായിരിക്കുന്നതായ ശിക്ഷാവിധികൾ, അവർ അനുഭവിക്കേണ്ടതായ ശിക്ഷകളെ കുറിച്ചാകുന്നു കർത്താവ് അപ്പോഴും വ്യാകുലപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നീതിയുക്തമായ ന്യായമായ പ്രതിഫലം അവർക്ക് കിട്ടും നിശ്ചയം. അവരുടെ അജ്ഞതയിലും അപരാധത്തിലും കർത്താവിന് വളരെയധികം വേദന ഉണ്ടായിരുന്നു. കർത്താവിന്റെ മനസ്സറിയുന്നത് കാണാൻ സാധിക്കുന്നു. പാപം നിറഞ്ഞതായ ഒരു വംശത്തെ നിത്യനാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി വന്നതായ കർത്താവിനെ തിരിച്ചറിയുവാൻ ആ നാളുകളിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇന്നും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ ദിവ്യപ്രകാശം, സത്യാസത്യങ്ങളെ തിരിച്ചറിയുവാനുള്ളതൊരു കൃപ, ലോകത്തിന്റെ രക്ഷകൻ കർത്താവായ യേശു ആകുന്നു എന്ന് മനസ്സിലാക്കുവാൻ അറിയുവാനുള്ളതായ ആ ഒരു കൃപ, അത് ഏറ്റവും ശ്രേഷ്ഠവും വലുതുമാകുന്നു. മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയപ്പെടുന്നത് നാം അറിഞ്ഞ് അനുഭവിക്കുന്നതായ ഈ സത്യവും ഈ സന്തോഷവും ഈ സമാധാനവും ആ മഷിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നതുകൂടെ നമുക്കുണ്ട് ഓർത്തിരിക്കുക. കർത്താവിൻ്റെ ആ പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് അന്ന് കർത്താവിനെ ഉപദ്രവിച്ചതായ റോമൻ പടയാളികൾക്ക് വേണ്ടി മാത്രമല്ല, കർത്താവിനെ ക്രൂശിക്കുക എന്ന ആക്രോശിച്ചായ യഹൂദ പ്രമാണിമാർക്കും ന്യായശാസ്ത്രിമാർക്കും വേണ്ടി മാത്രമുള്ളതല്ല,
ലോക അവസാനം വരെ ജീവിക്കുന്നതായ സകലമാന മനുഷ്യരുടെയും ഉന്നമനത്തിനും രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥന, ദീർഘക്ഷമയുടെ ദീർഘമായ സ്നേഹത്തിൻ്റെയും ഒരു സ്വരമാകുന്നു നമുക്ക് അവിടെ കേൾക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെതായ ആ കരുതൽ, ആ സ്നേഹം നാം അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ശത്രുവിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന അന്ത്യകാലം വരെ ജീവിക്കുന്ന നമുക്കൂടെ അത് അനുഗ്രഹമായി നിലനിൽക്കുമ്പോൾ നാം ഒരു ദൈവത്തിൻ്റെ പൈതലാകുന്നുവെങ്കിൽ ഈ വർഷം നമ്മളിലൂടെ ദൈവിക അത്ഭുതങ്ങൾ അനേകർക്ക് സാക്ഷ്യമാകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം തിരിച്ചറിയുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദിവ്യപ്രകാശത്തെ നാം കാണാതെ മറഞ്ഞു പോകരുത്. ആ കർത്താവിനെ ഇനി ഒരിക്കലും നാം മുഖാന്തരം ക്രൂശിക്കപ്പെടുവാനോ നിന്ദിക്കപ്പെടുവാനോ അവഹേളിക്കുവാനോ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അതിന് ഇടവരുത്തരുത്. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുക, തീരുമാനമെടുക്കുക. ഇനി ഒരിക്കലും എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ വസ്ത്രധാരണങ്ങൾ, എൻ്റെ ആഹാരപാനീയങ്ങളിൽ വചനത്തിന് കടകവിരുദ്ധമായി ചെയ്തുകൊണ്ട് ദൈവനാം ദുഷിക്കപ്പെടുവാൻ ഇടയാക്കുകയില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെതായ കർത്താവിൻ്റെ ആ ക്രൂശിന് സമയത്തുള്ളതായ പ്രാർത്ഥന, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന പ്രാർത്ഥന ലോകത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇനി ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടതായ ദാഹമായിരിക്കരുത് നിങ്ങളുടെ ഓരോരുത്തരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അനുഗ്രഹം പ്രാപിച്ചതായിരിക്കാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് ദൂതന്മാരെ കാത്തു പരിപാലിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം കർത്താവേ. സകലമാന മനുഷ്യർക്കും കാലാന്ത്യത്തോളം നിലനിൽക്കുന്നതായ സകലവർക്കുടെയും ഉന്നമനത്തിനും പാപങ്കരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനും അവർ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കേണ്ടതിനും ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്നുള്ളതായ ആ ഹൃദയസ്പർശിയായിരിക്കുന്ന പ്രാർത്ഥനയുടേതായ അനുഗ്രഹങ്ങളാൽ അവിടുത്തെ മക്കളെ അവിടുന്ന് വേർപെടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുഗ്രഹമാക്കുവാൻ ഇടയാകാതെ, ഈ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിലും സമാധാനങ്ങളിലും പ്രലോഭനങ്ങളിലും ഇഴുകിച്ചേർന്ന് നിത്യത നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ ആ ദൈവിക സ്നേഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ നിത്യയിലെ പ്രവേശിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യണമെന്നും യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.